ഹലോ, ഷാനൂസ് കിച്ചൻ വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റ് പുട്ടാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ക്യാരറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് അരച്ചെടുക്കാൻ പറ്റും. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ആ അരച്ചെടുത്ത അതുകൊണ്ടാണ് നമ്മൾ പുട്ടിന് മാവ് കുഴച്ചെടുക്കുന്നത്. വേറെ വെള്ളം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു പാത്രത്തിലേക്ക് കുറച്ച് പുട്ടിന് മാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പൊടി നന്നായിട്ടതൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കാം. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെയാകുമ്പോൾ ജ്യൂസായിട്ട് മാറും. അപ്പോൾ നമുക്ക് ശരിക്കും അത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ല മിക്സാക്കി ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാവ് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫുഡ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ല നല്ല വീഡിയോസിനായിട്ട് ഷാനൂസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് കാണുന്നവരിക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനൂസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.